ശരി വിജയൻ, ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് സിജോ വിജോൺ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, അവിടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ നടക്കുകയാണോ? ഇതിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. ആ ചോദ്യം ചെയ്യലിൽ വിശദമായ തെളിവ് ഇയാളുടെ പങ്ക് സംബന്ധിച്ച് ലഭിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി. അതിനുശേഷം സാധാരണ രീതിയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇങ്ങോട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടില്ല. പകരം റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. പിന്നീട് റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം കടക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഒരു നിർണായകമായ അറസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ എൻ വാസു തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന രേഖകളിൽ ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഈ കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. മുരാരി ബാബുവാണ് ഇത് സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കുന്നത്. മുരാരി ബാബു സ്വർണ്ണപ്പാടികളെ ചെമ്പെന്ന് രേഖപ്പെടുന്നു. തുടർന്ന് ജയശ്രീക്ക് നൽകുന്നു. അതിനുശേഷം മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് തന്റെ കൈവശം ഇത് എത്തുകയും ചെയ്തിരുന്നത്. ഈ രേഖകളിൽ താൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിന്നിരുന്നത് അങ്ങനെ രേഖകളിൽ ഒപ്പിട്ട ഒരു കാര്യമാണെങ്കിൽ അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഈ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാടിയിലെയും സ്വർണം പൂശിയതിനു ശേഷം ഇതിൽ നിന്ന് ബാക്കി വന്ന 476 ഗ്രാം സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എൻ വാസുവിനെ ഈ കേസിലെ മുഖ്യപ്രതിയും സ്പോൺസറുമായ ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയക്കുന്നത്. ആ മെയിൽ അയച്ചതിന് ശേഷം ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ. ശബരിമലയിലെ സ്വർണം ഒരിക്കൽ പോലും അങ്ങനെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിരിക്കെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു മെയിൽ ഫോർവേഡ് ചെയ്ത് എന്നുള്ളതായിരുന്നു പ്രധാനമായ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ പ്രതിരോധിച്ച് നിൽക്കാൻ എൻ വാസുവിന് സാധിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അന്വേഷണ സംഘം ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികൾ അതെല്ലാം വാസുവിനെ കുരുക്കുന്ന രീതിയിലേക്കായിരുന്നു. അത്തരത്തിൽ നിർണായകമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും അതുപോലെ തന്നെ മുരാരി ബാബുവും ഒക്കെ വാസുവിനെതിരെ SITക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഈ സ്വർണം ചെമ്പായതിൽ വാസുവിന്റെ പങ്ക് എന്താണ് എന്നാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സിജോ, ഇതിൽ കൃത്യമായ പങ്ക് എൻ വാസുവിനുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചന എന്നതിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് എൻ വാസുവിനും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. മുരാരി ബാബു സ്വർണ്ണപ്പാളികൾ എഴുതിയത് അത് താൻ ഉദ്യോഗസ്ഥർ ഫോർവേഡ് ചെയ്ത് തന്റെ മുന്നിലെത്തുന്നു. അത് താൻ ഒരു ടെക്നിക്കലി അത് ഒപ്പിട്ട് കൊടുത്തതെന്ന് മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ അത് ഈ തട്ടിപ്പിൽ കൃത്യമായ പങ്ക് ഇയാൾക്കുണ്ട്, എൻ വാസുവിനുണ്ടെന്ന് കൃത്യമായി ഒരു വിവരം ലഭിച്ചിരിക്കുന്നു. അതിന്റെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചതായി സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ്, അത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്, അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായകമായ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇതിൽ ചില സാക്ഷിമൊഴികൾ അദ്ദേഹത്തിന് എതിരായി നിലനിൽക്കുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന സുധീഷ് ദേവസ്വം ബോർഡിലെ ജീവനക്കാരന്, അതിനുശേഷം എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരുന്നു. അയാൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ രേഖകളിലെല്ലാം ഒപ്പിട്ടത് അല്ലെങ്കിൽ രേഖകൾ കൈമാറിയത് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കൃത്യമായി എൻ വാസുവിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് സുധീഷ് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ അത്തരം ശക്തമായ മൊഴികളുടെ അടിസ്ഥാനത്തിലും ഇതിന്റെ തെളിവുകളും അതെല്ലാം ഇയാളുടെ പങ്ക് കൃത്യമായി ഇത് തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അന്വേഷണ സംഘം ഒരു നിർണായകമായ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത്രയും നാൾ ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണ്, ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കൊള്ളയെന്ന് ഒരു പ്രതിരോധമായിരുന്നു നിലവിലെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്നത്. CPM അത്തരം സമീപനം സ്വീകരിച്ചു. സർക്കാർ പ്രതികരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള അത്തരം നിലപാടുകളിലേക്ക് പോയിരുന്നു. പക്ഷേ ആ പ്രതിരോധം അത് പൂർണ്ണമായും തകർന്നു വീഴുകയാണ് ഈ അറസ്റ്റിലൂടെ എന്ന് വ്യക്തമാകുകയാണ്. കാരണം ഇതിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അന്ന് നിർണായകമായ ചുമതല വഹിച്ചിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള അത് സാധൂകരിക്കുന്ന അറസ്റ്റാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത്
ഈ ദേവസ്വം ബോർഡിലെ ആരൊക്കെ ഇതിൽ അറസ്റ്റിലാകപ്പെടും എന്നുള്ളത് തന്നെയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ 2 അംഗങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ എ പത്മകുമാർ, അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ആളുകളുണ്ട്. നേരത്തെ ഹൈക്കോടതിയിൽ 2 അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകളാണ് SIT കൊടുത്തിരിക്കുന്നത്. ആ 2 അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകളിലും ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിലേക്കും പങ്കുണ്ട്, തട്ടിപ്പിള്ള അവർക്കും പങ്കുണ്ടെന്ന് വ്യക്തത നൽകുന്ന ചില വിവരങ്ങൾ ആ കാര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി മറ്റ് ആളുകളുടെ പങ്കിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക.